ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല കിളികളെല്ലാം ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നടന്ന് ചെടികളെല്ലാം ഒന്ന് നോക്കി. കുറച്ച് ദിവസമായിട്ട് മഴയെല്ലാം നല്ല കുറവുണ്ട്. ഇന്നൊരു ബേബി ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഡ്രസ്സും പിന്നെ കളിപ്പാട്ടവും കുറച്ച് പമ്പേഴ്സ്, സോപ്പ്, പൗഡർ അങ്ങനെയെല്ലാം ഇതിൽ വരുന്നത്. ബോക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. ഫോം ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോക്സാണ്. ബോക്സ് ഉണ്ടാക്കുന്നതും സെറ്റ് ചെയ്യുന്നതും ഒരു ബേബി ഹാമ്പറിൻ്റെ തന്നെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. ചായ കുടിച്ചപ്പാടാണ് ഹാമ്പർ ഉണ്ടാക്കാനിരുന്നത്. പിന്നെ ഏകദേശം ഒരു 8:30 മണി വരെ ഹാമ്പറിൻ്റെ ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ടാണ് നാസ്തയിലാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായത്. ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഈ വർക്കാണെങ്കിൽ എനിക്ക് ഒരു 3-4 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായതാണ്. പക്ഷെ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്ന് തന്നെ കൊടുക്കേണ്ടതാണ്. അതാ രാവിലെ സെറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ കൊടുക്കേണ്ടതാണിത്. നമ്മൾ ഈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഹാപ്പി ആവും. എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ ഹാപ്പി ആവാൻ നമ്മൾ ചെയ്തൊരു സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു റിയാക്ഷനില്ലേ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുക. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിന് ചില ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് ഇതങ്ങനെ നല്ല വൃത്തിയുണ്ട്, ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എല്ലാവരും ഒന്നും പറയാറില്ല, പക്ഷെ ചില ആൾക്കാർ നല്ലതിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ലതിലേക്ക് നമ്മളിങ്ങനെ പറഞ്ഞ് അവർ ആ ഒരു എക്സ്പ്രഷനും അല്ലെങ്കിൽ പറയുന്നതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നവർക്കും അത് നല്ലതിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പറയാനില്ല. ആ വർക്ക് നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യലായിരിക്കും. മറിയു എണീക്കുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് എനിക്ക് തീർക്കണം. എന്താ വെച്ചാൽ ഇതിൽ കുലിക്കട്ടയിലുള്ളത് മറിയു കണ്ടാൽ മറിയുവിന് എന്തായാലും അത് വേണ്ടി വരും. ഹാമ്പർ സെറ്റായിട്ടുണ്ട്. കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് സിമ്പിളായിട്ട് ചെയ്തതുമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആയിന്. അല്ലെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം പിന്നെ നാസ്ത കഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പം തന്നെ ഡെലിവറി ചെയ്യേണ്ടതാണ്. പിന്നെ മറിയുവിനെ എണീപ്പിച്ച് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് നാസ്ത കഴിക്കലെല്ലാം കഴിച്ച് പിന്നെ അതിൻ്റെ വീഡിയോസെല്ലാം എടുത്ത് എനിക്ക് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായേ. ദോശയും കടലക്കറിയാണ് ഉണ്ടായത്. വെള്ളക്കടലേൻ്റെ കറിയാണ് വെച്ചിട്ടുണ്ടായത്. അതാകുമ്പോൾ വേഗമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളക്കടലേൻ്റെ കറി. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ആക്കലുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് പുറത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കുകയായിരുന്നു. വീഡിയോസെല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ അത് ഡെലിവറിക്ക് പോയി. അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയത്. പിന്നെ വന്നപ്പാട് മറിയുവിന് കേക്ക് മൈലാഞ്ചി വെക്കണം എന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി വെച്ച് കൊടുക്കുകയെന്ന്. മൈലാഞ്ചീൻ്റെ മറ്റേ അച്ച് വാങ്ങിയിട്ടുണ്ടായിന്. തലേ ദിവസം ഒരു ഫാൻസി കമ്മൽ വാങ്ങാൻ വേണ്ടി പോയാലും അച്ച് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അത് വെച്ചിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്ത്. അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ഫുൾ ഇതും പറഞ്ഞിട്ട് കരിയോള്. മൈലാഞ്ചി വെക്കാൻ ഭയങ്കര തിരക്കാണ്. എപ്പോഴും വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈലാഞ്ചി വെക്കണം നോക്ക്. പക്ഷെ തീരെ നിൽക്കില്ല. വേഗം കഴുകി കളയണം. അപ്പോൾ ഞാനിങ്ങനെ പറയും ഇപ്പം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്
അല്ലെങ്കിൽ 2 കൈക്കും വെക്കാനുള്ള തയ്യാറെടുപ്പിലുണ്ടായിനി. അപ്പോൾ കഴുകാൻ പറ്റൂല വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വെക്കണ്ട പിന്നെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൈക്ക് മാത്രം മൈലാഞ്ചി വെച്ച് കൊടുത്ത് അത് അപ്പാടന്നോട് വേഗം പോയിട്ട് കഴുകും. നേരത്തെ ഹാമ്പർ കൊടുക്കാൻ വേണ്ടി പോയ ടൈം അവിടെ ഒരു ബേക്കറി കയറിയാരം ഗുലാബ് ജാമുൻ വേണ്ടിയിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുലാബ് ജാമുൻ. അപ്പോൾ എപ്പോഴെങ്കിലല്ലേ അങ്ങനെ വാങ്ങലുള്ളൂ, മധുരം നല്ല മധുരമല്ലേ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിനി. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും കറിയെല്ലാം റെഡിയാക്കി. പിന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് മറിയൂനെയും കൊണ്ട് മറിയൂ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മറിയൂനെയും കൂട്ടിയിട്ട് പുല്ലുപ്പി പാലത്തിനടുത്ത് പോയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇവളിങ്ങനെ കളിക്കും. ഒക്കെ ഒറ്റക്കായാലും അനങ്ങാണ്ടിരുന്ന് കളിച്ചോളും. കളിയാണ് നോക്ക് മെയിൻ. ആരെ കിട്ടിയാലും കുഴപ്പമില്ല, ഒറ്റക്കായാലും കുഴപ്പമില്ല. ആരെയും കിട്ടിയാൽ പിന്നെ പറയേ വേണ്ട. അറിയുന്ന ആളാവണമെന്നൊന്നുമില്ല, വേഗം കമ്പനി ആവും. ഫുൾ ടൈം ഇരുന്ന് കളിക്കലയ്യ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ വീട്ടിലേക്ക് തിരിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.